ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. മെക്കാനിക്കലും ഓട്ടോമൊബൈലും കഴിഞ്ഞവരുടെ ഏറ്റവും ഡ്രീം പോസ്റ്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ഈ മാസം മെയിൽ തന്നെ വരാൻ പോകുന്നു എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ളത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണെന്ന് പലപ്പോഴായിട്ട് നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ 2026 മെയിൽ തന്നെ വരാൻ പോകുന്നു എന്നുള്ളത് ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, PSCയിൽ 16 തസ്തികകളിലേക്കാണ് വിജ്ഞാപനം വരാൻ പോകുന്നത്. അതിൽ ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ പല പോസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കൃത്യമായിട്ട് മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരാൻ പോകുന്നത് ഒരുപക്ഷെ മെയ് ലാസ്റ്റിലേക്കായിരിക്കും, അഥവാ ജൂൺ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ. അതായത് ജൂൺ 1 മുതലായിരിക്കും മിക്കവാറും അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സൈറ്റിൽ ഒരു മെയ് 31 കൂടി അല്ലെങ്കിൽ മെയ് 30 കൂടിയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ കഴിഞ്ഞ ഓട്ടോമൊബൈൽ കഴിഞ്ഞ ഏതൊരാളുടെയും ഡ്രീം പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഇതെല്ലാവർക്കും കയറി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല. കാരണം ഇതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. കേവലം മെക്കാനിക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഇത് കഴിഞ്ഞതുകൊണ്ട് മാത്രം, മെക്കാനിക്കൽ ഡിപ്ലോമ ഓർ ബിടെക് കഴിഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടാതെ ലൈസൻസ്, അതേപോലെ തന്നെ ഹൈറ്റ്, അതേപോലെ തന്നെ ഐസ് ടെസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് കടമ്പകൾ ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ് ആദ്യം വേണ്ടത് ബേസ് റിക്വയർമെന്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് കോർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് 3 ഇയർ ഡിപ്ലോമ ഓർ സ്റ്റേറ്റ് ബോർഡ് അല്ലെങ്കിൽ സെൻട്രൽ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇത് ഡിപ്ലോമ അതിന് ഇക്വലന്റ് തന്നെയാണ് ബിടെക്കും പറ്റും കേട്ടോ. ബിടെക്കാർക്കും പറ്റും, അതേപോലെ ഡിപ്ലോമക്കാർക്കും. അപ്പോൾ 2 ബ്രാഞ്ചുകാർക്ക് മാത്രമാണ്, മറ്റൊരു ബ്രാഞ്ചിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അതേപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇവിടെ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ള ചില സംശയങ്ങളുണ്ട്. അതായത് ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള മറ്റു ചില ക്വാളിഫിക്കേഷൻസ്, അതായത് മെക്കാനിക്കലിൽ തന്നെ കുറേ സബ് സ്ട്രീംസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ തരം കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ, അതായത് മെക്കാനിക്കലിലേക്കുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ ഓട്ടോമൊബൈലിലേക്ക് ഇക്വലൻസി കിട്ടുന്ന മറ്റേതെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അത് മാത്രമല്ല ഇവിടെ നോക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലൈസൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവാൻ വേണ്ടി പ്രധാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ഹെവി ഗുഡ്സ് വെഹിക്കിൾ ലൈസൻസും അതേപോലെ തന്നെ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ലൈസൻസും നിങ്ങൾക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കേവലം മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം പോരാ, പകരം ഹെവി ഗുഡ്സ് വെഹിക്കിൾ ലൈസൻസും അതേപോലെ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ലൈസൻസും നിങ്ങൾക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചിലരുടെ സംശയമാണ്, ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും നിങ്ങളിത് അറിയുന്നുണ്ടാവുക, അപ്പോൾ ഇനി നമുക്ക് സമയമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അടുത്ത മൊമെൻറ്റിൽ തന്നെ നിങ്ങൾ ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയി അന്വേഷിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇതിന് ലൈസൻസ് എടുക്കാനുള്ള ക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസുകൾ കരസ്ഥമാക്കുക. കാരണം ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് വേണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ബിടെക് ഫൈനൽ ഇയർ റിസൾട്ട് ഒക്കെ ഇനി വരാൻ പോകുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ ലൈസൻസ് എടുത്തു വെച്ചേക്കുക. കാരണം ജൂൺ 1 എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ജൂൺ 30 വരെയൊക്കെ അപ്ലൈ ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഈ ലൈസൻസ് എടുത്തു വെക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല ഡ്രൈവിംഗ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം അവിടെ ഒരുപാട് പെൻഡിങ് അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രൈവിംഗ് സ്കൂളുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇത് കൂടാതെ പറയുന്നത് ഇതിൽ ഹൈറ്റിൽ ചില ക്രൈറ്റീരിയകൾ പറഞ്ഞിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിൽ പറഞ്ഞിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 165 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ, എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യം ഫീമെയിൽ കാൻഡിഡേറ്റിലാണെങ്കിൽ 152 സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് എന്ന് പറയുന്നത്, നോട്ട് അപ്ലിക്കബിൾ ആയിട്ടാണ് വരുന്നത്. ഇനി SC/ST കാറ്റഗറിയിൽ ഹൈറ്റിൽ ചില റിലാക്സേഷൻ വരുന്നുണ്ട്. മിനിമം ഹൈറ്റ് 160 ആണ്. അതേപോലെ തന്നെ
തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റിന് 150 ആണ്. ഇപ്പോൾ ജനറൽ കാറ്റഗറിയിൽ തന്നെയാണ്. ഒ ബി സിക്കും പ്രത്യേകിച്ച് റിലാക്സേഷൻ ഹൈറ്റിൽ വരുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒ ബി സി മറ്റേ കാറ്റഗറിയിലൊന്നും വരുന്നില്ല. SC/ST കാറ്റഗറിയിൽ മാത്രമാണ് ഹൈറ്റിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു റിലാക്സേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്രൈറ്റീരിയകൾ, ഇപ്പോൾ ലൈസൻസിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞു, അതേപോലെ തന്നെ ഇപ്പോൾ ഹൈറ്റിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ക്രൈറ്റീരിയകൾ കൃത്യമായിട്ട് ഇനി അടുത്തൊരു ക്രൈറ്റീരിയ ആണ് വിഷ്വൽ ഡയഗ്നോസിസ്. അതായത് നിങ്ങളുടെ റൈറ്റ് ഐ ആൻഡ് ലെഫ്റ്റ് ഐ എന്ന് പറയുന്നത് 6/6 സ്നെല്ലനായിരിക്കണം. അതേപോലെ നിയർ വിഷൻ 0.5 സ്നെല്ലനായിരിക്കണം. അതായത് ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ ഇൻ ഈച്ച് ഐ. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഐ ടെസ്റ്റ് നിങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കണം. മസ്റ്റ് ബി അച്ചീവ്ഡ് വിത്തൗട്ട് ഗ്ലാസസ് ആണ്. നോ കളർ ബ്ലൈൻഡ്നെസ്, നോ സ്കിറ്റ്. അതേപോലെ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുള്ള ഐ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് പറയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC, അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ ഡിപ്ലോമ, അത് BTech ആണെങ്കിലും ഓക്കെ ആണ്. അതേപോലെ ഫിസിക്കൽ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു, ഹൈറ്റിൻ്റെ കണ്ടീഷൻസും അതേപോലെ തന്നെ വിഷൻ ടെസ്റ്റും എന്തായിരിക്കണം, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. അതേപോലെ ലൈസൻസിന്റെ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് വെരിഫൈഡ് ആയിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ലൈസൻസ്, അതേപോലെ ഹെവി പാസഞ്ചർ ലൈസൻസും ഗുഡ്സ് ലൈസൻസും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി ഏജ് ലിമിറ്റ് കഴിഞ്ഞ പ്രാവശ്യം 21 മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്കായിരുന്നു അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം PSCയുടെ അപ്ലൈ ചെയ്യാവുന്ന ലിമിറ്റ് 4 വയസ്സ് കൂട്ടിയത് കൊണ്ട് തന്നെ അത് 21 to 40 വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് 4 വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉടനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് മെക്കാനിക്കൽ കഴിഞ്ഞ ഏതൊരാളുടെയും, ഓട്ടോമൊബൈൽ കഴിഞ്ഞ ഏതൊരാളുടെയും സ്വപ്ന ജോലി തന്നെയാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ജോബാണ് അല്ലേ. നമ്മളെല്ലാവരും എന്ത് ചെയ്യാറുണ്ട്, നമ്മളെല്ലാവരും റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ നമ്മൾ കാണാറുണ്ട്. അവരുടെ പവർ എന്താണെന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രീം പോസ്റ്റിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ടുകളിൽ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എൻട്രി ആപ്പാണ്. 80-ലധികം ഉദ്യോഗാർത്ഥികൾ, എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾ ഇന്ന് AMVമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും മികച്ച റിസൾട്ടോട് കൂടി ഏറ്റവും മികച്ച ക്വാളിറ്റി ക്ലാസ്സസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, AMVയ്ക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ AMVI ബാച്ചിൽ ജോയിൻ ചെയ്തതിന് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.